ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടാലോ? നല്ല അടിപൊളി ടേസ്റ്റുള്ള പിള്ളേർക്ക് ഇങ്ങനെ കയറി ഇറങ്ങി തിന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഭരണിക്കകത്ത് കൊള്ളുമെന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര വലുപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. ചിലപ്പോൾ ഇതെല്ലാം കൂടി കൊള്ളാൻ സാധ്യതയില്ല. നമുക്ക് കൊള്ളുന്നത്ര നമുക്ക് ഇടാം. നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇപ്പം ഞാൻ പറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിങ്ങനെയൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് ചെനച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത് പഴുത്ത് കിട്ടൂല കേട്ടോ. എപ്പോഴും തന്നെ കേടായിരിക്കും. ഇങ്ങനെ കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുത്ത് നമുക്ക് ഇങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. അല്ലാണ്ട് പുഴുക്കേടായിട്ടില്ല. നമുക്ക് എല്ലാ മാങ്ങയും ഇതേപോലെ ഒന്ന് പൂളി എടുക്കാം. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. മാങ്ങാണ്ടി ചെറുതും നല്ല ഒത്തിരി ദശയുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് ഈ രീതിയിലൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതാക്കി മുറിക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പം മുറിച്ച് ഇതേപോലെ പൊളന്നിട്ട് തന്നെ വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ നീളനെ മുറിച്ചിട്ടിടാം. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ വിലങ്ങനെ ചെറുതാക്കി മുറിച്ച് എടുക്കുവാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ഭരണിക്കകത്താണ് ഇടുന്നത്. ചില്ലിൻ്റെ ഭരണിയാണ് ഏറ്റവും നല്ലത്. ചില്ലുഭരണിയാണ് കേട്ടോ. ചില്ലുഭരണി കിട്ടാൻ ഒരു സാധ്യത ഇല്ലെങ്കിലും മാത്രമേ മറ്റു ഭരണിയിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഈ മുറിച്ച കഷ്ണങ്ങളൊക്കെ ഈ ഭരണിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ഇതേപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് വിലങ്ങനെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും മതി, തിളപ്പിച്ചാറിയ വെള്ളമാണ് നല്ലത് കേട്ടോ. നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഇതിങ്ങനെ ഉപ്പ് പിടിക്കുമ്പോഴത്തേനും വെള്ളം തന്നെ നിറഞ്ഞു വന്നോളൂ കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കുവാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ മെല്ലെ പിടിക്കാൻ തുടങ്ങും കേട്ടോ. ഒരാഴ്ചയൊന്നും ഇരിക്കില്ല, അതിന് മുന്നേ തന്നെ കയറി ഇറങ്ങി തിന്ന് തീർക്കും പിള്ളേർ. അപ്പോൾ ഇതാ നമ്മുടെ ഇതിപ്പം 2 ദിവസമായിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.